ഗഡികള് ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ചെക്കന് ആകെ വിശന്നിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ട കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്ത് ചെക്കൻ നമ്മൾ പറഞ്ഞപ്പോൾ എന്നായിട്ട് കഴിച്ചാൽ ഭയങ്കര അനുസരണയാണ് നമ്മളെ ബഹുമാനാണ് പാവല്ലേ. അതേപോലെ നമുക്ക് കൊണ്ടിട്ടവനോട് പരസ്യം കേട്ടവനോട് അങ്ങനെ അതൊക്കെ നമുക്ക് രാവിലെ നേരിട്ട് തിന്നാവുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ബാക്കിൽ നടന്ന ഈ പറയണ തേങ്ങ കിട്ടി തേങ്ങ എടുത്ത് വന്ന് ഫ്രണ്ടിലിട്ട് പൊളിക്കാൻ നോക്കുമ്പോഴാണ് ഈ ചെക്കൻ്റെ പരിപാടികളുണ്ടാവും. അവൻ തന്നെ പൊളിച്ചിട്ടാണ് അവൻ്റെ കട്ടയങ്ങൾ. അങ്ങനെ കുറച്ചൊക്കെ അവൻ വിളിച്ചു വന്നു. ബാക്കിയൊക്കെ ഞാൻ വിളിച്ച് നേരെ നമ്മൾ നാളികേരിട്ടുള്ള അവിലുണ്ടാക്കിയിട്ട് വാങ്ങപ്പടച്ചു. അതിന് നീ ഈസ്റ്ററക്കല്ലേ വീട്ടിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പനെ അമ്മനൊക്കെ ഒന്ന് വേണ്ട. നമ്മുടെ അപ്പൻ്റെ വണ്ടിയാട്ടോ അത്. ഈ വണ്ടി അങ്ങ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പറപ്പിച്ചു. ഭയങ്കര ഫീച്ചേഴ്സൊക്കെ ഉണ്ടിട്ട് വണ്ടിയുള്ളു. പക്ഷെ നമ്മളൊരു മോഡലിനിട്ട് ഓടിച്ചല്ലോ. അതിലങ്ങോട്ട് പഠിപ്പിച്ച് ഇത് കണ്ട ഇത് ഞാൻ ഗ്ലാസ് ചെയ്തൊരു റോഡ് പറഞ്ഞു കേട്ടാ. ഭയങ്കരമായിട്ട് ഷോർട്ടിട്ടാണ് നമ്മൾ റോട്ടി കൊടുക്കണത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മമ്മൂക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറ്റേ സാധനം വയ്ക്കുന്നു, ഏത് ഗ്ലാസ് വയ്ക്കുന്നു. അതുകൊണ്ടൊക്കെ വെച്ചാൽ പിന്നെ ഭയങ്കര ചൂട്. നമ്മൾ വീട്ടിലെത്തി ഇപ്പം തെള്ളത്തി ഭയങ്കര റോള് നോക്കി കാണിക്കണ. നമ്മൾ മസാല ദോശ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ രണ്ട് വേറെ എനിക്ക് കൂട്ടാൻ വെക്കാനുള്ള പരിപാടിയാണ്. അവർ ഇതിനായിട്ട് നോമ്പ് പിടിയില്ല. അപ്പോൾ ഞാൻ വേണ്ടിയില്ല എന്തെല്ലാം ആവട്ടെ വെച്ചു. ഞാൻ ഒരു അപ്പനും അമ്മയും കൂടി ഫുഡ് അടിക്കുന്നത് കാണുന്നത്. കഴിഞ്ഞ് തള്ളച്ചിക്ക് ഒരു സിനിമ ആണെന്ന് ഞാൻ സിനിമയൊക്കെ വെച്ചു കൊടുത്ത് തള്ളച്ചിനെയൊക്കെ ഹാപ്പിയാക്കി നേരെ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ ഒരു വേറൊരു പടക്കുതിരി ഉണ്ട്, നമ്മുടെ പഴയ മോഡൽ സാധനം. അവനിലാട്ടം ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പിടിച്ചത്. ആ സാധനം ഇവിടെ പിടിക്കുന്നുണ്ടോ അതാട്ടം മൊത്തല്. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി നേരെ അപ്പൻ്റെ വീട്ടിൽ പോകുന്ന നേരത്ത് നോക്കി പാടം കണ്ട. പാടത്തോളം ജോലി വൈബായിരുന്നു. പാടം നിങ്ങളോട് കാണിച്ചാൽ തോന്നി. നൈസായിട്ട് ഈ ഒരു 5:30 നേരത്ത് പാടത്തോടെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു വേറെ മൂടാണ്. നിങ്ങൾ പോയി നോക്കുക. പോയിട്ട് പറയാം അത് നമ്മൾ അപ്പൻ്റെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അവിടെ വറുത്ത് കുറച്ചുകൂടി വിശപ്പാറ്റി. അങ്ങനെ നേരെ നമ്മുടെ അതറിഞ്ഞപ്പോഴാണ് നമ്മുടെ ആമിക്കുട്ടീന്ന് പോകാന്ന് പറഞ്ഞത്. അപ്പോൾ ആമിക്കുട്ടീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇരിഞ്ഞാലോടൊക്കെ പോയി ഫുഡൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആമിക്കുട്ടി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നേരമാണിത്. ഫുഡ് ഒന്ന് ആമിക്കുട്ടി പടച്ചു, ഞങ്ങളും പടച്ചു. അതിൻ്റെ കാലിപ്പാത്രമാണിത്. നേരെ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് നമ്മുടെ സുട്ടിച്ചിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ആമിയിലൊപ്പം എടുക്കുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് സുട്ടിച്ച് ആമി കൂടി എടുക്കുന്ന ഫോട്ടോസ് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാ.